ബേക്കൽ കോട്ടക്കുന്നിൽ മരം വീണ് വീടും മതിലും തകർന്നു. ശനിയാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിലാണ് മരം കടപുഴകി വീണത്. സംഭവ സമയത്ത് വീട്ടിൽ ആളില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. ബേക്കൽ കോട്ടക്കുന്ന് സ്വദേശി അബ്ബാസിന്റെ വീട്ടിലേക്കാണ് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തു നിന്നും തേക്കുമരം കടപുഴകി വീണത്. ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് സംഭവം. സംഭവ സമയത്ത് വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് വഴിമാറിയത്. വീടിനോട് ചേർന്ന് നിർമ്മിച്ച ഷെഡും മതിലും തകർന്നിട്ടുണ്ട്. സമീപത്ത് കാറുണ്ടായിരുന്നെങ്കിലും ചെറിയ വ്യത്യാസത്തിലാണ് കാറിന് മുകളിലേക്ക് മരം വീഴാതിരുന്നത്. ഒരു മാസം മുൻപ് ഇതേ സ്ഥലത്ത് നിന്നും മറ്റൊരു മരം കടപുഴകി വീണ് 3 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നിരുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. അന്ന് കടപുഴകിയ മരം മാത്രമായിരുന്നു മുറിച്ചുമാറ്റിയത്. പിന്നീട് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ KSEBയും നിർദ്ദേശിച്ചിരുന്നില്ല. പ്രധാന ടൂറിസം കേന്ദ്രമായ ബേക്കൽ കോട്ടയിലേക്ക് നൂറുകണക്കിന് ആളുകൾ പോകുന്ന പാതയിലാണ് കാട് മൂടിക്കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലം. കാട് മൂടിയ സ്ഥലമായതിനാൽ ഇവിടെ പാമ്പുകളുടെ ശല്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഭീതിയോടെയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റിലുണ്ട സംഭവിച്ച കാര്യമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ കാലിക്കറ്റിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ കാലിക്കറ്റിൽ നിന്ന് രാത്രി വന്ന് നോക്കുമ്പോഴാണ് മൊത്തം ഈ തേക്കിന്റെ മരം വീടിന്റെ മേലൊക്കെ വീണിട്ട് മൊത്തം നാശനഷ്ടം ഉണ്ടായി കിടക്കുന്നത്. അത് വീടിന്റെ മേലൊക്കെ വീഴുകയാണെങ്കിൽ ഇതിനുമായിട്ട് കൂടുതൽ അവസ്ഥയിലാവായിരുന്നു. അപ്പൊ ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിന് മുന്നേയും ഒരു മാസം മുന്നേ ഇതുപോലെ മരം വീണിട്ട് 3 ഇലക്ട്രിക് പോസ്റ്റ് ഇവിടുന്ന് മാറ്റേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാമ്പിന്റെ ശല്യം എന്ന് പറഞ്ഞാൽ 3ാമത്തെ മലമ്പാമ്പാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അത് ഒന്ന് ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ ഉള്ളിലുണ്ട്, 2 ഇതിനുള്ളിൽ പിടിച്ചിട്ടുണ്ട്, ഒന്ന് ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ട്, അത് പിടിച്ചിട്ടില്ല. അത് കാട് വെട്ടിയാലേ കാണുള്ളൂ. അത്രയും ഈ ബേക്കൽ ഫോർട്ടിന്റെ തൊട്ടടുത്ത ബേക്കൽ ഫോർട്ടിന്റെ റോഡിന്റെ എൻട്രൻസ് തന്നെയുള്ള സ്ഥലമാണിത്. ആ റോഡ് സൈഡിലാണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത്. ഏത് സമയം കാടാണ്. കാട് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ചോദിച്ചാലാണ് കാട് വെട്ടാറേ ഇല്ല, ഫുൾ ടൈം കാടാണ് അവിടെ. ഇപ്പൊ ഈ തേക്കന് ഇനിയും കുറെ തേക്കുകളുണ്ട് വീഴാൻ കിടക്കുന്നത്. അപ്പൊ അത്ര ആയിട്ടുള്ള തേക്കുകളൊക്കെ നമുക്ക് സേഫ്റ്റി വലിയ പ്രശ്നം തന്നെയാണ്. അത് ഇല വീഴുന്നത് അതുപോലെ തന്നെ ഡെയിലി ഈ തേക്കിന്റെ ഇലകൾ ഡെയിലി വീഴുന്നത് നമുക്ക് ഡെയിലി മുറ്റടിക്കാനുള്ള ഒരു അവസ്ഥയാണ്. ഡെയിലി പുറത്തുനിന്ന് ഒരാളെ വിളിച്ചാണ് മുറ്റടിപ്പിക്കുന്നത്. അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് പല ടൈമിൽ അവിടെ കംപ്ലൈന്റ് ചെയ്തിട്ട് പോലും അവർ തീരെ റെസ്പോണ്ട് ഇല്ല, തീരെ ഒരു മൈൻഡ് ആക്കുന്നേ ഇല്ലാത്തൊരു അവസ്ഥയിലുള്ളത്. ഇവിടെ നിന്നും ഇതിനോടകം 2 മലമ്പാമ്പിനെയും പിടികൂടിയിട്ടുണ്ട്. ഈ അപകടകരമായ പാത താണ്ടിയാണ് കോട്ടക്കുന്ന് സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നും കാട് മൂടിയ പ്രദേശം ശുചീകരിക്കണമെന്നുമാണ് സമീപവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉദുമ.